വീക്കെൻഡ് എപ്പിസോഡ് ഒരു തൃപ്തി വരാത്ത എപ്പിസോഡായാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം കഴിഞ്ഞ ആഴ്ച വീടിനുള്ളിൽ നടന്ന മെജോറിറ്റി സംഭവങ്ങളിലും ഒരു ക്ലാരിറ്റി ഞാൻ ഉൾപ്പെടുന്ന പ്രേക്ഷകർ ആഗ്രഹിച്ച പോലെ ഓരോന്നും 1 by 1 ആയി അനലൈസ് ചെയ്തുവെങ്കിലും ഒന്നിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുപോലെ സംസാരിക്കണമല്ലോ എന്ന് കരുതി സംസാരിച്ച പോലെയാണ് തോന്നിയത്. അതിൽ തന്നെ ആദ്യത്തേത് സിബിനും പൂജയും അപ്രതീക്ഷിതമായി ക്വിറ്റ് ചെയ്ത സംഭവം. മെന്റൽ സപ്പോർട്ട് എന്തൊക്കെ അല്ലെങ്കിൽ ഇമോഷണൽ കൺട്രോൾ എന്തൊക്കെ പറഞ്ഞ് സംഭവത്തെ റൂട്ട് മാറ്റിവിടുകയാണ് ലാലേട്ടൻ ചെയ്തത്. മത്സരാർത്ഥികൾക്ക് മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് നൽകിക്കൊണ്ടാണ് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം ഇതുവരെയുള്ള സീസണുകളിൽ ആദ്യമായാണ് ഇത്രയും മത്സരാർത്ഥികൾ പുറത്തു പോകുന്നതും അതുപോലെ ചെറിയ ചെറിയ കാര്യത്തിന്റെ പേരിൽ ഇമോഷണലി ഡൗൺ ആകുന്നതുമല്ല. ഒരാഴ്ച ആക്റ്റീവ് ആണെങ്കിൽ പിറ്റത്തെ ആഴ്ച ഇമോഷണലി ഡൗൺ. വീടിനുള്ളിലെ മെജോറിറ്റി ആളുകളുടെ അവസ്ഥ ഇതാണ്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം ലാലേട്ടൻ മാനസിക ധൈര്യം മത്സരാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചത്. ഇടയ്ക്ക് വെച്ച് സിബിനും പൂജയും പുറത്തുപോയ പ്രശ്നം സംസാരിച്ചുവെങ്കിലും അതിൽ ഉദ്ദേശിച്ചതുപോലെ ഒരു ക്ലാരിറ്റി കിട്ടിയിരുന്നില്ല. സിബിൻ മെന്റലി ഡൗൺ ആയതിന് പിന്നാലെയാണ് പുറത്തുപോയത്. ഡോക്ടർ സംസാരിച്ചുവെങ്കിലും അദ്ദേഹത്തിന് മനസ്സ് അതിനെ അനുവദിച്ചില്ല എന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. ഒന്നെങ്കിൽ സിബിൻ പുറത്തുപോയപ്പോൾ ഉണ്ടായ വിഷ്വല് കാണിക്കുകയോ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത ഡോക്ടർ എന്താണ് സംഭവിച്ചതെന്ന് സംസാരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരുമായിരുന്നു. കാരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പുറത്തു പോകുന്നത് എന്നാണ്, അതായത് സിബിൻ പുറത്തു പോകുന്നത് എന്നാണ് ബിഗ് ബോസ് ഇരുവരും പുറത്തുപോയ സംഭവത്തിന് പിന്നാലെ പറഞ്ഞിരുന്നത്. ഓൾറെഡി പുറത്തുപോയ സിബിൻ സ്വന്തം ഇഷ്ടത്തിനല്ല ക്വിറ്റായതെന്ന് പറയുന്നുണ്ട്. ആ നിലയ്ക്കെങ്കിലും അതിൽ ബിഗ് ബോസിന് ഒരു ക്ലാരിറ്റി കൊണ്ടുവരാമായിരുന്നു. പകരം ചെയ്തത് സിജോയെ വാനോളം പുകഴ്ത്തുന്നതാണ്. സിജോയ്ക്ക് മെന്റൽ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ് 2 ആഴ്ച കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയത്, ബാക്കിയുള്ളവർക്ക് അതില്ലാതെ പോയി എന്നൊക്കെ. ഒരാൾക്ക് ഒരു നിയമം മറ്റുള്ളവർക്ക് വേറെ നിയമം എന്ന രീതിയിലാണ് നിലവിൽ ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത്. അടുത്തത് ലാലേട്ടൻ ചർച്ച ചെയ്യാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരുന്ന പ്രധാന സംഭവം ഡേഞ്ചറസ് കോയിൻ ടാസ്കിനിടയിലെ ജിൻഡോ ശരണ്യ ഗബ്രി മൽപ്പിടുത്തം. അതിൽ പ്രധാനം ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചെന്ന ആരോപണമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഈ സംഭവത്തിൽ ചർച്ച നടന്നിരുന്നു. അതായത് ജിൻഡോയല്ല അർജുനാണ് മുടി വലിച്ചത് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ ചർച്ചകൾ നടന്നിരുന്നത്. ലാലേട്ടൻ അത് ഓരോ മത്സരാർത്ഥികളോടും ചോദിക്കുകയും ചെയ്തു. ആരാണ് ശരിക്കും മുടി പിടിച്ചു വലിച്ചത്, അതുപോലെ വലിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്നൊക്കെ 1-2 പ്രാവശ്യം ചോദിച്ചപ്പോൾ അവർക്ക് തന്നെ ഉറപ്പില്ലാത്ത അവസ്ഥയായിരുന്നു. ശേഷമാണ് അന്ന് നടന്ന സംഭവ വികാസങ്ങളുടെ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതായത് എപ്പിസോഡിൽ കാണിച്ച സെയിം സംഭവങ്ങൾ, അതായത് ആരും മുടി പിടിച്ചു വലിച്ചു എന്നതൊന്നും ഈ വീഡിയോയിൽ കാണിച്ചിരുന്നില്ല. അത് കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. പ്രേക്ഷകരിലെ ഭൂരിഭാഗവും ക്ലാരിറ്റി ആവശ്യപ്പെടുമ്പോൾ ബിഗ് ബോസിന് മറ്റ് ക്യാമറകളിൽ നിന്നുള്ള വിഷ്വൽ കൂടി നോക്കി അതൊന്ന് കാണിക്കാമായിരുന്നു. പകരം ഫിസിക്കൽ ടാസ്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, അതിനെ ഗെയിം മാത്രമായി കാണുക എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തത്. സംഭവത്തിൽ സിജോ ഒരു കാര്യം തുറന്നു പറഞ്ഞിരുന്നു. ജിൻഡോയ്ക്ക് ആവശ്യം എല്ലാ മത്സരാർത്ഥികളും തനിക്കെതിരെ തിരിയണമെന്നതാണ്. അപ്പോൾ പ്രേക്ഷക പിന്തുണ ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്തതെന്ന്. ഒരു പരിധിവരെ ഈ പറഞ്ഞത് കറക്റ്റ് ആണെന്നും അല്ലെന്നും പറയേണ്ടി വരും. കാരണം സ്ക്രീൻ സ്പേസിനായി എന്തും കാണിച്ചു കൂട്ടുന്ന പ്രകൃതക്കാരനാണ് ജിൻഡോ. പ്രേക്ഷക പിന്തുണ ലഭിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഗബ്രി ഉപദ്രവിച്ചപ്പോഴും, അതായത് അറ്റാക്ക് ചെയ്തപ്പോഴും അദ്ദേഹത്തിന് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. മറ്റൊരു രീതിയിൽ നോക്കിയാൽ അദ്ദേഹം ഗെയിം ഏത് വിധേനയും കളിച്ചു ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് എന്ത് ചെയ്തിട്ടായാലും ജിൻഡോ ജയിക്കാൻ നോക്കും. ക്യാപ്റ്റൻസി ടാസ്ക്, അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു അനാലിസിസും കൂടി നടത്തിയിരുന്നു. നമുക്കറിയാം ശ്രീതു ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻ. ഒരു ഓൾ ഇൻ ഓൾ ക്യാപ്റ്റൻ ആയാണ് ശ്രീതു കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിരുന്നത്. വീടിനുള്ള എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു. പെട്ടെന്ന് എല്ലായിടത്തും ഓടിയെത്തുന്നു, എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വഴക്കായാലും മറ്റെന്ത് പ്രശ്നമായാലും ശ്രീതു ആസ് എ ക്യാപ്റ്റൻ എന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്നു. ഇതുവരെ ഉണ്ടായ ക്യാപ്റ്റനുകളിൽ അപ്സരയ്ക്കൊപ്പം തന്നെ ശ്രീതുവും കിട്ടിയ ഉത്തരവാദിത്തം നല്ലപോലെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ചെയ്തിരുന്നു. ഇനി ക്യാപ്റ്റൻസി ടാസ്ക്, അഭിഷേക് കെ, നോറ, റസ്മിൻ ഇവരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിച്ചത്. ഭയങ്കര കോൺസെൻട്രേഷൻ ആവശ്യമായ ഒരു ഗെയിമാണ് ബിഗ് ബോസ് ഇത്തവണ ഈ ക്യാപ്റ്റൻസി ടാസ്കിനായി നൽകിയത്. അപ്പുറത്ത് നിന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ പോലും അതുവരെ ഡിസ്റ്റർബ് ആവുകയും കോൺസെൻട്രേഷൻ പോവാനും ചാൻസ് ഉള്ള ഒരു ഗെയിമായിരുന്നു. ഇതിൽ ആര് ജയിക്കുമെന്ന് ആദ്യമേ ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. സാധാരണ ഒരു 3-4 പേരടങ്ങിയ ടാസ്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും ഇന്നയാള് ജയിക്കുന്നൊക്കെ. ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. 3 പേരും നന്നായി ഗെയിം കളിക്കുന്നവരാണ്, എന്തിനും തയ്യാറായവരെ. സ്റ്റാർട്ടിങ്ങിൽ അഭിഷേക് കെ ലീഡ് ചെയ്തുവെങ്കിലും അവസാനത്തേക്ക് രസ്മിൻ സ്കോർ ചെയ്യുന്ന കാഴ്ചയാണ് ഉണ്ടായത്. നോറയാണെങ്കിലും കഴിവിന്റെ മാക്സിമം എടുത്ത് ടാസ്ക് ചെയ്തിരുന്നു. അങ്ങനെ രസ്മിൻ ബായാണ് 8ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത്.
സംഭവം രശ്മിൻ ആൾ ഉഷാറൊക്കെ ആണെങ്കിലും ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടില്ല. രശ്മിനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മറ്റുള്ളവർ നോമിനേറ്റ് ചെയ്തത് തന്നെ രശ്മിൻ ക്യാപ്റ്റൻ ആയാൽ എങ്ങനെ ഇരിക്കും എന്നറിയാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ നിലയ്ക്ക് രശ്മിൻ ക്യാപ്റ്റൻസി ചാൻസ് ഉഷാറാക്കാൻ ചാൻസ് ഉണ്ട്. ഇനി മറ്റൊരു രീതിയിൽ നോക്കിയാൽ, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് ദേഷ്യം വരുന്ന ആളാണ് ഈ പറഞ്ഞയാൾ. പലപ്പോഴും ഇത് വലിയ തർക്കങ്ങളിലേക്ക് വരെ എത്താറുണ്ട്. ഇനി എപ്പിസോഡിലെ ഹൈലൈറ്റ്, മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസിന്റെ വക ഒരു കിടിലൻ സർപ്രൈസ്. അതെ, ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു അതിഥി എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, രതീഷ് കുമാർ. സോഷ്യൽ മീഡിയയിൽ രതീഷ് കുമാർ തിരിച്ചു വരുന്നു എന്ന രീതിയിൽ പല ചർച്ചകളും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. മത്സരാർത്ഥിയായിട്ടല്ല, മറിച്ച് ബിഗ് ബോസ് വീട്ടിലുള്ളവരെ എന്റർടൈനിങ് ചെയ്യാനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. 3 ദിവസത്തേക്ക് രതീഷ് കുമാർ വീട്ടിലുണ്ടാകുന്നൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. മുഖംമൂടി ധരിച്ചാണ് രതീഷിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂം വഴി ഹൗസിലേക്ക് എത്തിച്ചത്. രതീഷ് വീട്ടിലുണ്ടായപ്പോൾ ചങ്കും കരളുമായിരുന്ന ജിൻഡോയ്ക്ക് ഒരു സർപ്രൈസ് എന്ന രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് അദ്ദേഹത്തെ തന്നെ കൺഫെഷൻ റൂമിലേക്ക് പറഞ്ഞു വിടുന്നതും രതീഷിനെ കൂട്ടിക്കൊണ്ടുവരുന്നതുമല്ല. ശരണ്യ കൃത്യമായി രതീഷ് ഏട്ടനാണെന്ന് കണ്ടപ്പോഴേ ഉറപ്പിച്ചിരുന്നു. എന്തായാലും രതീഷ് കുമാർ വന്നതിന് പിന്നാലെ ജിൻഡോയാണ് ശരിക്കും ഹാപ്പി ആയത്. രതീഷ് പോയതിനു ശേഷം നമുക്കറിയാം ജിൻഡോയ്ക്ക് ജാൻമണി ആയിരുന്നു കൂട്ടുണ്ടായിരുന്നത്. ജാൻ കൂടി പോയതോടെ ജിൻഡോയ്ക്ക് മറ്റാരുമായും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ഇതുവരെ ആരുമായും ആ കണക്ഷനിലേക്ക് എത്തിയിട്ടില്ല. ആ നിലയ്ക്ക് രതീഷ് കുമാർ വന്നത് അദ്ദേഹത്തിന് ഒരു ആശ്വാസം തന്നെയാണ്. സീസൺ 4 റോബിൻ രാധാകൃഷ്ണൻ അതുപോലെ രജിത് കുമാർ ഒക്കെ ഇതുപോലെ 2-3 ദിവസത്തേക്ക് എത്തിയിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പുറത്തുപോയ ഒരാളെ തന്നെ ബിഗ് ബോസ് കൊണ്ടുവന്നത്. എന്തായാലും രതീഷ് കുമാർ വന്നതിന്റെ മാറ്റം വീട്ടിലുണ്ടാകുമോ എന്നൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. മറ്റൊന്ന് എവിക്ഷനാണ്. അർജുൻ, രശ്മിൻ, നോറ, അഭിഷേക് ശ്രീകുമാർ, അൻസിബ ഇവരൊക്കെ ഇത്തവണ എലിമിനേഷനിൽ നിന്ന് സേവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ആക്റ്റീവ് ആയതുകൊണ്ടായിരിക്കണം ഈ അൻസിബയൊക്കെ സേവ് ആയത്. ജാസ്മിനെയും ജിൻഡോയും അവസാനം വിളിപ്പിച്ച് സേവ് അല്ലെന്ന് പറഞ്ഞാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. 6 പേരും കൂടി ഇനി നോമിനേഷനിലുണ്ട്. ഇവരൊക്കെ പുറത്ത് പോവാനും പോവാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം സിബിനും പൂജയും ഓൾറെഡി പോയ സ്ഥിതിക്ക് ഇത്തവണത്തെ എവിക്ഷൻ വരെ റദ്ദാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വീക്കെൻഡ് എപ്പിസോഡിലെ പ്രധാന സംഭവങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിലും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഇനി അടുത്ത ദിവസം എന്ന് പറയുകയാണെങ്കിൽ എവിക്ഷൻ ഉണ്ട്. അതുപോലെ ജാസ്മിൻ ജിൻഡോ ജയിലിനുള്ളിലെ പ്രശ്നത്തിൽ ലാലേട്ടൻ എന്ത് പറയും, ഇതൊക്കെ അറിയാനുണ്ട്. അതിലെങ്കിലും ഒരു വ്യക്തത കൊണ്ടുവന്നാൽ നന്നായിരിക്കും.